ഡിഗ്രി ലെവൽ എക്സാംസിൽ ഇപ്പോൾ ചോദ്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ബിക്കോസ് PSC കൃത്യമായ സോഴ്സസിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഈ സോഴ്സസ് വെച്ച് നല്ല രീതിയിൽ റിസർച്ച് ചെയ്ത് പഠിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് LSDS മെയിൻസ് പരീക്ഷയിൽ ധാരാളം ചോദ്യങ്ങൾ നിങ്ങളെ ടോപ്പ് റാങ്കിൽ എത്തിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് ഡയറക്റ്റ്ലി വന്നത്. ഞങ്ങളുടെ സ്റ്റുഡൻസിന്റെ ടെസ്റ്റിമോണീസ് നിങ്ങൾക്ക് തന്നെ നേരിട്ട് കാണാം. ഒന്നും വേണ്ട, തെളിവ് സഹിതം ഞാനിപ്പോൾ പ്രൂവ് ചെയ്ത് കാണിക്കാം. ഇപ്പൊ ഇന്ന് നമുക്ക് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ടോപ്പിക്കിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ പരിശോധിക്കാം. അത് എത്ര ചോദ്യങ്ങളാണ് ഞങ്ങളുടെ ക്ലാസ് നോട്ട്സിൽ നിന്ന് ഡയറക്റ്റ്ലി വന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് നേരിട്ട് പരിശോധിക്കാം. ഇന്നത്തെ ഫുൾ PDF ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യും. പാർട്ട് 1 വീഡിയോയിലും ഞാൻ ഇന്ത്യൻ പൊളിറ്റി എന്നൊരു ടോപ്പിക്കിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ വന്നു എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ആണ് നോക്കാൻ പോകുന്നത്. പാർട്ട് 1 വീഡിയോ കണ്ടിട്ടില്ലാത്തത് കാണുക. അപ്പോൾ എന്റെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികളുടെ എനിക്ക് പറയാനുള്ളത് മാത്രമേ ഉള്ളൂ. സ്പെഷ്യൽ ടോപ്പിക്സ് എങ്ങനെയൊക്കെ മാറിയാലും നമ്മൾ അതിനെയൊക്കെ അതിജീവിക്കും. ഞങ്ങൾ തരുന്ന കാര്യം കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിന് വേണ്ടുന്ന സ്ട്രാറ്റജി വീഡിയോസ് ഞങ്ങൾ തന്നിരിക്കും. അതുകൊണ്ട് നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോവാം. അപ്പം ഈ ഒരു ചോദ്യം കണ്ടോ, അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യമായിരുന്നു. 10th 5-year പ്ലാൻ, 11th 5-year പ്ലാൻ അത് നോക്കി വന്നിട്ടുള്ള ചോദ്യം. ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ ഇതുപോലെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള അണ്ടർ 10th 5-year പ്ലാൻ ഡീസെൻട്രലൈസേഷൻ പ്രോഗ്രാംസ് ഇൻ കേരള വാസ് റീസ്ട്രക്ചർഡ് ആൻഡ് റീനെയിംഡ് ആസ് കേരള ഡെവലപ്മെന്റ് പ്ലാൻ. ഇതൊക്കെ ക്ലാസ് നോട്ട്സിന്റെ സ്ക്രീൻഷോട്ട്സാണ്. നിങ്ങളിത് കൊണ്ടുപോയി പരിശോധിച്ച് നോക്കിക്കോ. കാര്യം എന്റെ ക്ലാസ്സിൽ നിന്ന് ഇത്ര ചോദ്യങ്ങൾ വന്നു എന്ന് ഞാൻ പറയുമ്പോൾ അത് തെളിവ് സഹിതമാണ് ഞാൻ പറയുന്നത്. വെറുതെ വന്നിരുന്ന് പറഞ്ഞിട്ട് പോവുകയല്ല. നിങ്ങൾക്ക് ഇത് ക്രോസ് ചെക്ക് ചെയ്യാം. ബിക്കോസ് പറയുന്ന വാക്കിന് നമുക്ക് വില വേണമെന്ന് എനിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ്സ് കൃത്യമായിട്ട് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ 11th 5-year പ്ലാനിന്റെ കാര്യം നിങ്ങൾ നോക്കൂ. സെയിം ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. പീപ്പിൾസ് പ്ലാനിങ് എന്നുള്ള രീതിയിൽ ഒരു കൺവേർഷൻ വന്നൊരു കാര്യം. നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് കമന്റ് സെക്ഷനിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഇപ്പൊ ഓഫർ നടക്കുന്നുണ്ട്, അത് ഉടനെ അവസാനിക്കും. അതുകൊണ്ട് തന്നെ ഓഫർ പ്രൈസിൽ കോഴ്സിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് അങ്ങോട്ടേക്ക് വരാം. ഇതുപോലെ ഡെമോ ബാച്ച് കണ്ട് ഞങ്ങളുടെ ക്വാളിറ്റി നേരിട്ട് ബോധ്യപ്പെട്ടിട്ട് കോഴ്സ് എടുത്താലും മതി. അത്രയും കോൺഫിഡൻസ് ആണ് ഞങ്ങളുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ. ബിക്കോസ് അഡ്വർടൈസ്മെന്റ്സ് നമുക്ക് അധികം ഇല്ല. ഈ രീതിയിൽ ഞങ്ങളുടെ ക്വാളിറ്റി വെച്ചാണ് ഞങ്ങൾ കോഴ്സസ് റൺ ചെയ്യുന്നത്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് മറ്റൊരു റാങ്ക് മേക്കിംഗ് ചോദ്യം. ഇത് നോക്കൂ. 3 main components to find governments in local bodies. Which of the following are the 3 main components of fund ആണ് given by government local bodies? ഇവിടെ സ്പെഷ്യൽ കമ്പോണന്റ് പ്ലാൻസിനെ പറ്റിയും ട്രൈബൽ പ്ലാൻസിനെ പറ്റിയും ക്ലാസ്സിൽ മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അത് തന്നെയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. സ്പെഷ്യൽ കമ്പോണന്റ് പ്ലാൻസ്, ട്രൈബൽ പ്ലാൻസ്. ഈ ക്ലൈമറ്റ് ചേഞ്ച് ഫണ്ടിന്റെ സാധ്യത കുറവാണ്. മനസ്സിലായല്ലോ. അപ്പൊ മറ്റൊരു റാങ്ക് മേക്കിംഗ് ചോദ്യമായിരുന്നു ഇത്. ഇവിടെ നമ്മൾ സെൻ കമ്മിറ്റിയുടെ വർഷം കൃത്യമായി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ്, 1996. അതുകൊണ്ട് തന്നെ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങോട്ടേക്ക് വരാം, ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും അല്ലെ. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഫോളോയിങ് പേഴ്സൺ അറിയാം. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ തേർഡ് സ്റ്റേറ്റ്മെന്റിൽ എല്ലാ ഓപ്ഷനും പോയി ഓപ്ഷൻ ഡിയിലേക്ക് ഒറ്റയടിക്ക് എത്താൻ പറ്റും. ഇതാണ് നമ്മൾ ടെക്നിക്സ് ഉപയോഗിച്ച് പഠിക്കണം എന്ന് പറയുന്നത്. സിലബസ് 100% പഠിച്ചിട്ട് പോകണമെന്ന് ആർക്കും ഒക്കത്തില്ല. ഞങ്ങളുടെ പ്രോഗ്രാംസ്, ഫ്രീ യൂട്യൂബ് വീഡിയോസ്, ടെലിഗ്രാം വീഡിയോസ്, അഫോർഡബിൾ ബാച്ചസ്, ഇതൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. അടുത്തൊരു പ്രൂഫ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിന്റെ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. വളരെ വിശാലമായ രീതിയിലാണ് ഞങ്ങൾ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയെ പറ്റി പഠിപ്പിച്ചത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്, ഇറ്റ് ഈസ് ഹെഡഡ് ബൈ ഡിസ്ട്രിക്ട് കളക്ടർ. ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയുടെ പിന്നീട് ചോദിച്ച സ്പെഷ്യൽ ഇൻവൈറ്റീസിനെ പറ്റിയാണ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ MPs, MLAs സ്പെഷ്യൽ ഇൻവൈറ്റീസ് ആണ്. ചെയർപേഴ്സൺ ജില്ലാ പഞ്ചായത്ത് ചെയർമാൻ ആണ് കൃത്യമായി ക്ലാസ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഈ ഡേറ്റ് വെച്ച് നമുക്ക് ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. ഇതിന് അഡീഷണൽ ക്ലാസ് ധാരാളം നോട്ട്സ് സ്റ്റുഡൻസിന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയിൽ നിന്ന് ചോദ്യം വരുമെന്ന് വളരെ 100% ഉറപ്പായിരുന്നു. തന്നെ വളരെ ആഴത്തിൽ നമ്മൾ പഠിപ്പിച്ചൊരു ഏരിയ ആണ് വർക്കിംഗ് ഗ്രൂപ്പ്സ് ആൻഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ്. ഇവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ വെൽഫെയർ, ഇവിടെ ചോദിച്ചുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ വെൽഫെയർ ആണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ ഫിനാൻസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ ഡെവലപ്മെന്റ് എല്ലാം ക്ലാസ്സിൽ വിശാലമായി ചർച്ച ചെയ്തതാണ്. ഈ ക്ലാസ് നോട്ട്സ് വെച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് അനലിറ്റിക്കലായി ചിന്തിച്ച് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുന്നതേ ഉള്ളൂ. ഞാൻ എഗെയിൻ ആവർത്തിച്ച് പറയുന്നു, എത്ര കോംപ്ലിക്കേറ്റഡ് സ്പെഷ്യൽ ടോപ്പിക്സ് ആണെങ്കിലും നമ്മൾ കൃത്യമായ സോഴ്സ് വെച്ച് പഠിക്കുകയാണെങ്കിൽ ആ ടോപ്പിക് നമുക്ക് വളരെ എളുപ്പമുള്ളതായിട്ട് മാറും. അത് നിങ്ങൾക്ക് ഉറപ്പിക്കാം. കഷ്ടപ്പെട്ട് പഠിച്ചാൽ നമുക്ക് എന്തായാലും അതിന്റെ ബെനിഫിറ്റ് കിട്ടും. അതുപോലൊരു ചോദ്യമാണ് കില, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. കിലയെ സംബന്ധിച്ചിട്ടുള്ള വിശാലമായ ക്ലാസ്സസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം എന്ന സെക്ഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. കിലയുടെ മെയിൻ പർപ്പസ് എന്താ? ആൾക്കാരെ ട്രെയിൻ ചെയ്യിക്കുക, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ വേണ്ടി ട്രെയിൻ ചെയ്യിക്കുക, അതിന്റെ ക്യാമ്പയിൻസിന് അവരെ സജ്ജരാക്കുക എന്നുള്ളതാണ്.
അതിനുവേണ്ടി ബെസ്റ്റ് പ്രാക്ടീസസ് അക്രോസ് ദ ഗ്ലോബ് എടുത്തു വെച്ചിട്ട് അവരെ ട്രെയിൻ ചെയ്യിക്കാതെ വെച്ചിട്ടല്ലേ. അതുപോലെ തന്നെയുള്ള മറ്റൊരു ചോദ്യമാണ്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആൻസർ കീ ഡിസ്കഷൻ അല്ല. നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ, എങ്ങനെ പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് ജോലിയിലേക്ക് എത്താന്നുള്ള കോൺഫിഡൻസ് ബിൽഡിങ്ങിന് വേണ്ടി ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ് ഈ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് അല്ലെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് ഡീസെൻട്രലൈസ്ഡ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ? ഈ ഡീസെൻട്രലൈസ്ഡ് ഗവൺമെന്റിനെ പറ്റി നമ്മൾ വളരെ ഡീപ്പായിട്ട് ക്ലാസ്സസിൽ അക്രോസ് ഡിഫറെന്റ് ക്ലാസ് നോട്ട്സ് യൂസ് ചെയ്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഗ്രാമസഭയുടെ റോൾ എന്താണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഇതിനെ സംബന്ധിച്ച് ശരിയാണെന്നുള്ള കാര്യം ഇത് വായിച്ചിട്ടുള്ള ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ബാക്കിയുള്ള ക്ലാസ് നോട്ട്സ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇതിന് നിങ്ങൾക്ക് സ്വയം ഇതിന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് സ്വയം ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് അവിടെ നടക്കും. ഈ ഒരു ചോദ്യം കണ്ടോ, ഡിഫറെന്റ് ഡയമെൻഷൻസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ഉണ്ട്. പൊളിറ്റിക്കൽ ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻഷ്യൽ, ഫങ്ഷണൽ. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ പൊളിറ്റിക്കലിനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്, പൊളിറ്റിക്കൽ ഡീസെൻട്രലൈസേഷനെ പറ്റിയിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിനെ പറ്റിയിട്ടുള്ള വന്നിട്ടുള്ള ചോദ്യങ്ങൾ, ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ്സസിൽ അക്രോസ് ദ നോട്ട്സ്, നമ്മൾ നേരത്തെ തന്നിട്ടുള്ള നോട്ട്സ് റെഫർ ചെയ്യുകയാണെങ്കിൽ, മുകളിൽ കൊടുത്തിട്ടുള്ള നോട്ട്സ് റെഫർ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് വളരെ ഈസി ആയിട്ട് എത്താൻ സാധിക്കും. മറ്റൊരു ചോദ്യം, ഗ്രാമസഭകളുടെ റോളിനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രാമസഭകളുടെ റോളിനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതാണ് സ്റ്റേറ്റ്മെന്റ് 3. നമ്മൾ ക്ലാസ്സിൽ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. കാര്യം ഗ്രാമസഭകൾ കേരളത്തിൽ ശക്തമാണ്. പക്ഷെ നോർത്ത് ഇന്ത്യ പോയാൽ ഗ്രാമസഭകളെ പറ്റി ആരും കേട്ടിട്ട് പോലുമില്ല. കാര്യം അവിടെ ഗ്രാമസഭകൾ ആരും കൂടാറില്ല, അത് പവർ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റിലും ഇതിന്റെ കോമ്പോസിഷൻ ആയിക്കോട്ടെ, അതിന്റെ ഫംഗ്ഷനിങ് ആയിക്കോട്ടെ, സ്ട്രക്ചർ ആയിക്കോട്ടെ, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്, ഭയങ്കര അൺഈവൻ ആണെന്ന് ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ബാക്കി നോട്ട്സുകൾ ഞാൻ ഗ്രാമസഭയുടെ നോട്ട് തൊട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് റെഫർ ചെയ്താൽ മതി, ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. അതുപോലെ തന്നെ 47ാമത്തെ ചോദ്യം, വില്ലേജ് റിപ്പബ്ലിക്സ്. ഈ ഒരു ആശയം ഗാന്ധിജിയുടെയാണ്. ഞാൻ മോഡേൺ ഇന്ത്യയുടെ ക്ലാസ്സസിലും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ക്ലാസ്സിൽ ഇത് എടുത്തു പറഞ്ഞിരുന്നു. ഗാന്ധിജിയുടെ ഗ്രാം സ്വരാജ് എന്ന് പറയുന്ന ആശയം, വില്ലേജ് റിപ്പബ്ലിക് അല്ലെങ്കിൽ വില്ലേജുകളെ സർവശക്തമാക്കാൻ വേണ്ടുന്ന രീതിയിൽ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവിടേക്ക് ആവാഹിക്കണം എന്നുള്ളതായിരുന്നു ഗാന്ധിജിയുടെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ടാണ് ചോദ്യം വന്നിട്ടുള്ളത്. പക്ഷെ അംബേദ്കർ ഇതിനെതിരായിരുന്നു, മനസ്സിലായില്ലേ? ഗാന്ധിജി ഇതിനെ സപ്പോർട്ടായിരുന്നു, പക്ഷെ അംബേദ്കർ ഇതിനെതിരായിരുന്നു, നെഹ്റുവും ഇതിനെതിരായിരുന്നു. കമ്പയർ ചെയ്ത് നമ്മൾ ക്ലാസ്സിനകത്തൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു ചോദ്യത്തിന്റെ നോട്ട്സ് നമ്മൾ കൃത്യമായി ക്ലാസ്സിൽ കൊടുത്തിട്ടുള്ളതാണ്. ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി തൊട്ടു മുകളിൽ ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് തന്നിട്ടുണ്ട്. അത് വെച്ച് വായിച്ചാൽ ഇതിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താവുന്നേ ഉള്ളൂ. വളരെ വിശാലമായിട്ട് രീതിയിലാണ് ക്ലാസ്സിൽ ഇത് പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ടോപ്പിക്സ് ഒക്കെ PSC ആദ്യമായിട്ടാണ് ചോദിക്കുന്നത്, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആദ്യമായിട്ടാണ് ഈ ഒരു ടോപ്പിക് സിലബസിൽ ഇടം നേടുന്നത്. പക്ഷെ ആ ടോപ്പിക്സിൽ നിന്ന് തന്നെ ഇത്രയും ചോദ്യങ്ങൾ ഞാൻ ക്ലാസ്സിൽ, ഈ 15 ചോദ്യങ്ങൾ എന്താണ് വന്നിട്ടുള്ളത്, 12 ചോദ്യങ്ങൾ ക്ലാസ്സിൽ നിന്ന് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നതാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നമുക്ക് ഡിഗ്രി ലെവൽ എക്സാംസിനെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ആത്മവിശ്വാസമാണ് ഏറ്റവും വലിയ ആയുധം. ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഭയങ്കര ബുദ്ധിജീവി ടൈപ്പ് നോട്ട്സ് അല്ല. സാധാരണക്കാർക്ക് വേണ്ടി എഴുതപ്പെട്ടുള്ള ഇഗ്നോ പോലെയുള്ള യൂണിവേഴ്സിറ്റികളുടെ ടെക്സ്റ്റിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. പക്ഷെ പഠിക്കാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ആ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങിയോളൂ. അതിന് നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് ഫ്രീ മെറ്റീരിയൽസിന്റെ രൂപത്തിലും അഫോർഡബിൾ കോഴ്സസിന്റെ രൂപത്തിലും ഞങ്ങൾ തരുന്നതായിരിക്കും. ഇതിന്റെ പാർട്ട് 1 വീഡിയോ കാണാൻ മറക്കണ്ട. കാരണം ഇന്ത്യൻ പൊളിറ്റി എന്നൊരു ടോപ്പിക്കിൽ നിന്ന് ചർവറാന്ന് ചോദ്യങ്ങൾ നമ്മുടെ ബാച്ചിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇത്തരം വീഡിയോ ചെയ്യുന്നതിന് ഞാൻ വിമർശനം നേരിടുമെന്ന് എനിക്കറിയാം. പക്ഷെ അത് വിഷയമല്ല. വിമർശിക്കുന്ന ആൾക്കാർ അവരുടെ സ്വന്തം ക്രെഡിബിലിറ്റി ഒന്ന് ആലോചിച്ചാൽ വളരെ നന്നായിരിക്കും. കാര്യം നമ്മൾ ഇത്ര എവിഡൻസ് ബേസ്ഡ് ആയിട്ട് പ്രൂഫ് വെച്ചിട്ട് പറയുന്നൊരു കാര്യമാണത്. ഫ്രസ്ട്രേഷൻ തീർക്കാനാണെങ്കിൽ അവർക്ക് വിമർശിക്കാൻ, നോ ഇഷ്യൂസ്. പക്ഷെ ആത്മാർത്ഥമായി പഠിക്കുന്ന വിദ്യാർത്ഥി സമൂഹം ഞങ്ങളോട് ഉള്ളിടത്തോളം കാലം ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായി തന്നെ പഠിക്കാം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.